നമുക്ക് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന്റെ കുറച്ച് കളക്ഷൻസ് വാങ്ങിക്കാനുണ്ട്. മാത്രല്ല വീട്ടിലേക്ക് ഗ്രോസറി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് കേട്ടോ. പ്ലാന്റ്സ് മേടിക്കാനായിട്ട് നമ്മൾ പോകുന്നത് ഈ ഓക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ് കേട്ടോ. കരാമയിലുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് പച്ചപ്പും ഹരിതാപകരമൊക്കെ കാണാനായിട്ട് ഇഷ്ടമാണ്. ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഞാൻ മണി പ്ലാന്റ്സ് അല്ലെങ്കിൽ മണി പ്ലാന്റ്സിൻ്റെ വേരിയേഷൻസ് സെയിം ഫാമിലിയൊക്കെ മേടിക്കാറ്. കാരണം അതിന് ലൈഫ് ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു. ഞാൻ കൂട്ടത്തിൽ പനിക്കൂർക്കും മിൻറ്റിൻ്റെ ചെടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചെടിയൊക്കെ വാങ്ങിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ അതേ മൺചട്ടി റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്താണ് കേട്ടോ. അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നല്ല ചൂടോട് കൂടിയിട്ട് സ്നാക്സ് വന്നിട്ടുണ്ടായിരുന്നു. എഗ് പഫ് കണ്ടപ്പോൾ പിന്നെ എനിക്കത് കഴിക്കാതെ ഒരു രക്ഷയിലുണ്ടായി. ഒരുപാട് നാളെ എഗ് പഫ് കഴിച്ചിട്ട്. അതും ഒരു ചൂട് ചായ വിത്തൗട്ട് പറഞ്ഞു. ഞാൻ ഷുഗർ ഡയറ്റിലാണ് കേട്ടോ. നമുക്ക് തീരെ വേണ്ടാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളും പറഞ്ഞില്ല. ഇവിടെ എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാം. അതിലൊക്കെ കാണാൻ പറ്റും. കാരണം എന്റെ കാറിന് ടീൻ്റെ അടിച്ചിട്ടില്ല. നാട്ടിലെ പപ്സ് ചായ പൊളിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കണ്ടപ്പോ വാങ്ങിക്കാതിരിക്കാൻ തോന്നില്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ചൂട് ചായ കുടിക്കാൻ അറിയില്ല. ചൂട് ചായ കുടിക്കാൻ അറിയാത്ത അറിയുന്നുണ്ടോ? പേടിയോ ഗുപ്തനെ പോലെ നമുക്ക് ഊതി ഊതി കുടിക്കാം. വയറെന്ന് പറഞ്ഞു. ഡയറ്റ് തുടങ്ങി പിന്നെ എനിക്ക് അധികം ഫുഡുകൾ കഴിക്കാൻ പറ്റില്ല. അതായത് കഴിക്കാൻ പറ്റും, പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്കിപ്പോ ഒരു ഫുഡാണെങ്കിലും ചോറാണെങ്കിലും ഒരു 2-3 സ്പൂണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ടമ്മി ഫുള്ളാണ്. ജാന്തി നിന്നോട് ഞാൻ ഒന്ന് നീ ഇതൊന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ഒരു 2-2.5 മാസം ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്ക് വിശപ്പ് കിട്ടും. ഭയങ്കര തടിയായിപ്പോ എല്ലാരും തടിച്ചെന്ന് വിളിച്ചു. ഇപ്പൊ വണ്ണം കുറഞ്ഞപ്പോ എല്ലാരും എന്താ ഇങ്ങനെ മെലിയണേന്ന് ചോദിക്കാ. എന്താ അല്ലേ, അതെനിക്കുള്ള ഓണടി ആയിരുന്നു. പിന്നെ അവന് കണ്ടുകൂടെ നമ്മള് വഴിയുടെ ലൈനിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിക്കയറ്റാം. ഇതിന് ടിൻറ്റില്ലാത്തതുകൊണ്ട് എന്നെ ശരിക്കും കാണാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ പ്ലീസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറ്റാം. ആരെങ്കിലും പോകുന്നുണ്ടോ? ഫോണിൽ നോക്കിയിട്ട് പെഡസ്ട്രിയൻസ് യു ആർ അവർ കിങ്. അപ്പൊ നമ്മുടെ ചെടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ നാത്തിയിട്ടു. ഇനി കുറച്ചും കൂടെ പണിയുണ്ട്. ദാറ്റ് വി വിൽ ഡു ഇറ്റ് ലേറ്റർ. പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതും ചിലപ്പോൾ വൈകുന്നേരം പോവാം നമുക്ക് നൈറ്റിൽ. കാർഫോറിലാണ് കേട്ടോ ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളത്. ഞാൻ നോർമലി മദീനയിലാണ് പോവാറ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുണ്ട് ഒരു മദീന, അവിടെയാണ് പോവാറ്. പക്ഷേ ഇന്ന് വിചാരിച്ചു കാർഫോറിൽ പോകാമെന്ന്. അവിടെ ഹണിക്കൊക്കെ എന്തൊക്കെയോ ഓഫർ ഉണ്ടായിരുന്നു. നമുക്ക് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. എങ്കിലും ചുമ്മാ അവിടെ പോയി വെറുതെ നടക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ ഹണിക്ക് എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. ഷുഗർ ഡയറ്റിലാണെങ്കിലും എനിക്ക് ആക്ച്വലി ഇങ്ങനെ കേക്ക് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഷുഗർ കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഒത്തിരി. ഞാൻ നോർമലി ഷുഗർ കഴിക്കുന്നത് ചായൻ്റെ ഒപ്പമായിരുന്നു. ഇപ്പോൾ അതും നിർത്തി. പിന്നെ അവിടെ പ്ലമ്മിന് ദേ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലം മേടിച്ചു കേട്ടോ. നല്ല പ്ലമ്മായിട്ടുള്ള ഷോപ്പിംഗ്. അതും വലിയൊരു സ്ഥലത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യുന്നത് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം മദീനയിൽ പോകുന്നത്. ഭയങ്കര ചെറുതാണ്, പിന്നെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അവിടെ ഈ കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരുടെ ഫിഷിൻ്റെ കോർണറാണ്. അതിൻ്റെ അവിടെ LED കുറേ കടലൊക്കെ കാണിക്കുന്നുണ്ട്. ഇറ്റ് വാസ് നൈസ്. പിന്നെ ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചു. പിന്നെ മാംഗോസ്റ്റീൻ വാങ്ങിച്ചു. മാംഗോസ്റ്റീനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെല്ലിക്ക വാങ്ങിച്ചു. പിന്നെ ഞാൻ ഫർണിച്ചറിൻ്റെ സൈഡിലൊക്കെ കുറച്ച് നേരം നടന്നു. പിന്നെ ഞാൻ കോട്ടക്സിൻ്റെ 100% കോട്ടൺ പാഡ്സ് വാങ്ങിച്ചു. അത് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ ലേഡീസിന് യൂസ് ചെയ്യുന്നത്. അവസാനം ഞാൻ ബില്ല് പേ ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വരുന്നതിന് മുൻപ് പാർക്കിംഗ് അന്വേഷിച്ചിട്ട് ഞാൻ കുറേ അങ്ങോട്ട് അലഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സൈഡ് അത്യാവശ്യം തിരക്കുള്ള സൈഡായിരുന്നു. അപ്പോൾ that's it. The day is done with my kunya shopping. Like and follow.